ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു ദിവസം ഡിലേ ആയിപ്പോയ വീഡിയോ ആണ് കേട്ടോ. അതായത് 1-ാം തീയതി, ഒക്ടോബർ 1-ാം തീയതിയിലെ വീഡിയോ ആണിത്, നമ്മുടെ 2-ാം നവമി ദിവസത്തിലെ. അപ്പോൾ അന്ന് രാത്രി വരെ പ്രോഗ്രാം ആയിരുന്നുകൊണ്ട് തന്നെ എനിക്ക് ഒന്നും എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ഡിലേ, ഒരു ദിവസം ഡിലേ ആയിപ്പോയത്. അപ്പോൾ കഴിഞ്ഞ 10 ദിവസങ്ങളായിട്ട് നമ്മൾ അടുപ്പിച്ച് ഡേ ഇൻ മൈ ലൈഫ് ഇട്ടിട്ട് വരികയാണല്ലോ, നമ്മുടെ വ്രതം തുടങ്ങി അന്ന് തൊട്ടുള്ളത്. അല്ല, അതിന് 2 ദിവസം മുമ്പ് തൊട്ട് തന്നെ ഇട്ട് തുടങ്ങിയിരുന്നു അല്ലേ, ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ. ശരി, നമ്മളിന്ന് 2-ാം നവമി ദിവസമായ ഇന്ന് വിളക്കൊക്കെ കഴുകി വൃത്തിയായി പ്രാർത്ഥിച്ച് പൂജകളൊക്കെ ചെയ്ത് പുസ്തകത്തിനെയും പൂജിച്ചതിന് ശേഷമാണ് നമ്മൾ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ കളറ് പർപ്പിളാണ് കേട്ടോ. അപ്പോൾ വയലറ്റിൻ്റെ ഏതെങ്കിലുമൊക്കെ ഷെയ്ഡ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇടാമെന്ന് കരുതിയിട്ട് നമ്മൾ രണ്ടുപേരും അങ്ങനത്തെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയെല്ലാം നോക്കാം എന്ന് കരുതിയിട്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞത്, ഇവിടെ നമ്മുടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ നവരാത്രിയുടെ ഭാഗമായിട്ട് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഹാളുണ്ട്, അവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, നമുക്ക് പോവാം, ഒരു 12:30 ആകുമ്പോഴത്തേക്ക് ഇറങ്ങിക്കോന്ന് കേട്ടോ. അപ്പം നമ്മൾ അവധിയുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ എല്ലാം കുറച്ച് ഡിലേ ആക്കിയിട്ടാണല്ലോ ചെയ്യുന്നത്. വെളുപ്പിനെ നമ്മൾ സ്കൂളുള്ള ദിവസമാണെങ്കിൽ 4 മണിക്കൊക്കെ എണീറ്റ് ചെയ്യുന്ന പരിപാടി ഇതിപ്പോൾ എല്ലാം ഒരു 6 മണിക്ക് ശേഷമാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം മെല്ലെ ആകുമ്പോഴത്തേക്ക് 8-9 മണിയൊക്കെ ആയി എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് കേട്ടോ. അപ്പോൾ അവളിങ്ങനെ വിളിച്ച് പറഞ്ഞതും കൂടി ആയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു അപ്പോൾ പിന്നെ ലഞ്ചൊന്നും ഉണ്ടാക്കണ്ട, അവിടെ ലഞ്ചുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നിവിടെ കന്യാപൂജയാണ് കേട്ടോ. കന്യാപൂജ എന്ന് വെച്ചാൽ പെൺകുട്ടികളെ നമ്മൾ വീട്ടിലേക്ക് വിളിച്ചിട്ട് അവർക്ക് പൂജകളൊക്കെ ചെയ്തിട്ട് അവർക്കുള്ള ഗിഫ്റ്റൊക്കെ കൊടുത്ത് വിടുന്നത്. ഈ ഒരു ബിൽഡിങ് കണ്ടോ, ഈ ബിൽഡിങ്ങിൻ്റെ 2 ബിൽഡിങ്ങിൻ്റെ ഇടയ്ക്കായിട്ടൊരു പോർഷൻ കണ്ടോ, അവിടെ നിന്ന് ഇങ്ങനെ പണി നടക്കുന്നുണ്ട് കേട്ടോ. വാട്ടർ ടാങ്ക് അവിടുത്തെ കേടായിട്ട് അതിങ്ങനെ പൊളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബിൽഡിങ് അവിടെ ഒരു 2 കെട്ടിടത്തിന് നടുക്കായിട്ടൊരു സാധനം കണ്ടോ, അതിനകത്തൂടെയാണ് അവർ സാധനങ്ങൾ താഴേക്ക് പാസ് ചെയ്യുന്നത്. അതായത് ഇടിച്ച് പൊടിച്ചിരുന്ന കട്ടകളും കാര്യങ്ങളും ഒക്കെ. അതുകൊണ്ട് തന്നെ ഭയങ്കര സൗണ്ടാണ് ഇവിടെ ഡേ ടൈമിൽ. നമുക്കതുകൊണ്ട് വോയിസ് ഓവറും കാര്യങ്ങളും ഒന്നും കൊടുക്കാൻ കഴിയില്ല, കാരണം ഓരോ സെക്കൻഡിലും അതിങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടാണ് കേട്ടോ. മഴയുള്ള ദിവസം മഴയുടെ ബുദ്ധിമുട്ട്. ഇന്നത്തൊട്ട് മഴയില്ല കേട്ടോ. ഈ വിജയദശമി വരെ ഇനി എന്തായാലും മഴ ഇല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് നല്ലൊരു ദിവസമായിരുന്നു, നല്ലൊരു പോസിറ്റിവിറ്റി തോന്നി. കാരണം നമുക്ക് കുറേ ദിവസം അടുപ്പിച്ച് മഴ പെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ കാറും നല്ലൊരു ദിവസമായിട്ട് നമുക്കൊന്ന് പോകാമെന്ന് കരുതി ഇറക്കി. പക്ഷേ ഇന്ന് വെയിലായപ്പോഴത്തേക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്ത ചൂടാണ് കേട്ടോ. കാറൊക്കെ അടച്ചിട്ട് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് സ്മെല്ലല്ലേ, അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം അവർ വരുമ്പോഴത്തേക്കൊന്ന് തുറന്നിട്ടു. അതെവിടുന്ന സൗണ്ട് വന്നത്? ഓ, നീ അമ്മ? ഞാൻ അമ്മയല്ല, ഞാൻ അച്ഛൻ. നീ അച്ഛൻ, ഞാൻ അമ്മ. അപ്പം നമ്മൾ കുറേ നേരം വണ്ടിയിലിരുന്ന് കളിയൊക്കെ കഴിഞ്ഞ് ചൂടൊക്കെ മാറി വണ്ടി കുറച്ച് നേരം ഒന്ന് തുറന്നിട്ടതിന് ശേഷം ദീപിച്ചേട്ടൻ തന്നെ വണ്ടി എടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റി ഹാളിലെത്തി. അപ്പോൾ ദേവിയുടെ, നമ്മൾ പണ്ടത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, നമ്മളിവിടെ ദേവിയുടെ എല്ലാ കുറച്ച് വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഗണേശനുണ്ട്, സരസ്വതി ദേവിയുണ്ട്, ദുർഗാദേവിയുണ്ട്, ലക്ഷ്മി ദേവിയുണ്ട്, സുബ്രഹ്മണ്യനുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഇവിടെയും കന്യാപൂജ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ 3 പെൺമക്കളുണ്ടല്ലോ, അപ്പോൾ അവരെയും കൂടെ ഇരുത്താമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് നീങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ കൂടെ ഒരാളിങ്ങനെ എണീറ്റേക്ക് പോന്നു. അപ്പോൾ പറഞ്ഞു അരുണിമ. അപ്പോൾ അവൾ വീഡിയോ എടുത്തു, ഞാൻ കുറച്ച് നേരം കുട്ടികളുടെ കൂടെ നിന്നു കേട്ടോ. ഇവിടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ പെൺകുട്ടികളുടെ കാലിങ്ങനെ കഴുകും, വെള്ളം ഒഴിച്ചിട്ട് അത് കഴിഞ്ഞ് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം കാലിൽ അൾത്തേറ്റ് കൊടുക്കും. അപ്പോൾ മക്കൾക്ക് ഓൾറെഡി ഇന്ന് കന്യാപൂജ ആയതുകൊണ്ട് അവരുടെ ബിൽഡിങ്ങിൻ്റെ അവിടെ എല്ലാവരും പൂജകളൊക്കെ ചെയ്തിട്ടാണല്ലോ ഇങ്ങോട്ട് വിട്ടത്. അതുകൊണ്ട് തന്നെ അവരുടെ കാലിൽ ഓൾറെഡി അൾത്തയൊക്കെ ഉണ്ട്. എന്നാലും ആ ഒരു കളറ് അതാണ് കേട്ടോ അൾത്ത പറയുന്നത്. അപ്പം ഒരുവിധം ഡാൻസേഴ്സിനൊക്കെ അറിയായിരിക്കും. നോർത്ത് ഇന്ത്യൻസൊക്കെ ഇത് ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരാൾ കാല് കഴുകുന്നുണ്ട്. അത് ഒരു ഫാമിലിയിലെ ആൾക്കാരാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ അവരിങ്ങനെ കാല് കഴുകി ഒരു തുണി കൊണ്ട് തുടച്ചു കൊടുക്കുന്നുണ്ട്. അവരുടെ ഡോക്ടറിൻ്റെ ആയിരിക്കും. അവരിങ്ങനെ കാലിൽ കുഞ്ഞുങ്ങൾ കഴുത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെ ഇന്ന്, പെൺകുട്ടികളെ ഇന്ന്
ദേവീ സങ്കല്പമായിട്ട്, സ്പെഷ്യലി ലക്ഷ്മി ദേവി സങ്കല്പമായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് കുഞ്ഞുങ്ങളെ ഇങ്ങനെ നമ്മൾ പൂജിച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് ഐശ്വര്യവും അതേപോലെ സമ്പത്തും ഒക്കെ കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുശേഷം അവർക്ക് വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ഒരു ആരതി ഒഴിഞ്ഞതിന് ശേഷം അവരെ പൊട്ട് തൊടിച്ചു കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ കുങ്കുമത്തിൻ്റെയും മഞ്ഞളിൻ്റെയും പൊട്ടാണ് തൊട്ട് കൊടുക്കുക. പക്ഷേ ഇത് മക്കളല്ലേ, പിന്നെ ഇപ്പോഴത്തെ കുറച്ച് പ്രാക്ടിക്കൽ സൈഡിൽ കൂടെ നോക്കിയിട്ട് അവർ നമ്മുടെ സ്റ്റിക്കർ ബിന്ദിയില്ലേ അതാണ് ചെയ്തത്. അതിനുശേഷം പൂക്കളൊക്കെ ഇട്ട് കാലിൽ നമ്മൾ കുമ്പിട്ട് പ്രണമിച്ച് പ്രാർത്ഥിക്കും കേട്ടോ. അതിനുശേഷം നമ്മുടെ ചന്ദനത്തിരിയും ധൂപത്തിയും ഒക്കെ വെച്ചിട്ട് പിന്നെയും അവരെ ആരതിയൊക്കെ ഒഴിയും. ശരിക്കും നമ്മളൊരു വീട്ടിൽ ദേവി വിഗ്രഹം വെച്ച് എങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത് അതേപോലെ തന്നെ. അപ്പോൾ കുഞ്ഞുങ്ങളാണെങ്കിൽ രാവിലെ തൊട്ട് അവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഇതിനകത്ത്, അതുകൊണ്ട് അവരും നല്ല മെടുക്കി കുട്ടികളായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട്. കാരണം അവർക്ക് പ്രൊസീജിയറൊക്കെ ഏകദേശം ഒരു ഐഡിയ ഉണ്ടല്ലോ. അപ്പം എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരുണിമേനെ അവിടെ തന്നെ ഇരുത്തിയിട്ടോ. അതിനുശേഷം അവർക്ക് ചുമ്മാ ഒരു പൂക്കളൊക്കെ കൊടുത്ത് കയ്യിലിങ്ങനെ പിടിച്ച് കുറച്ചൊന്ന് അവർ എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിനുശേഷം അവർക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ്സൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അതിന് മുമ്പേ അവർ തലയിൽ ഇങ്ങനെ തുണിയിടും കേട്ടോ. ദേവിക്കൊരു ഡ്രസ്സ് കൊടുക്കുന്ന സങ്കല്പമാണ്. പൊതുവേ നമ്മളിവിടെ ഗോലുവൊക്കെ വെച്ച് കഴിയുമ്പോൾ വിസിറ്റിന് വരുന്നവർക്കാണെങ്കിലും എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കൂലേ. ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ടൈപ്പ് ഒരു ആചാരമാണ്, സൗത്ത് ഇന്ത്യയിൽ വേറെ രീതിയിലാണ്. പക്ഷേ എല്ലാത്തിൻ്റെയും സാരാംശം ഇതാണ്. പെൺകുട്ടികളെ ദേവിയായി കണ്ട് ഐശ്വര്യത്തെ വീട്ടിലേക്ക് വിളിച്ച് വരുത്തുന്നു, അവർക്ക് വേണ്ടി എല്ലാം കൊടുക്കുന്നു. അപ്പോൾ നമ്മളൊരു ദേവിയാണ് വീട്ടിലേക്ക് വന്നതെങ്കിൽ നമ്മൾ ദേവിക്ക് കാല് കഴുകി വൃത്തിയാക്കി പുതിയ ഡ്രസ്സൊക്കെ കൊടുത്ത് സുന്ദരിയാക്കി പൂജകൾ ചെയ്ത് ഭക്ഷണം കൊടുത്ത് സമ്മാനം കൊടുത്തയക്കുന്നൊരു പതിവ്. നമ്മൾ വീട്ടിലേക്ക് അങ്ങനെ ഒരു ഗസ്റ്റ് വന്നാലും നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം എന്നാണ് പൊതുവെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഭയങ്കര തിരക്ക് കൂടി വരുന്നുണ്ട്. എന്നിരുന്നാലും ശരി, അവർ കറക്റ്റായിട്ട് എല്ലാം ചെയ്ത് വരുന്നുണ്ട്. അപ്പം സ്വാമിജി അവിടെ നിന്നിട്ടിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതേപോലെ മക്കളും ഇരുന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ മക്കളുടെയും കാലൊക്കെ കഴുകി എല്ലാവരുടെയും പൂജയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് കട്ട് ചെയ്ത് വിട്ടതാണ് കേട്ടോ. ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ അതിനുശേഷം എല്ലാവർക്കും കൂടി ഒരിക്കൽ കൂടി ഒരുമിച്ച് ഒരു ആരതി ഇങ്ങനെ ഒഴിഞ്ഞു. ആ അമ്മയ്ക്ക് പ്രാർത്ഥിക്കാനുള്ള കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ഐശ്വര്യം വരും എന്നുള്ളത് കൊണ്ടാണല്ലോ. അപ്പോൾ കുടുംബത്തിലെ അംഗങ്ങളെല്ലാം പങ്കെടുക്കുകയും ചെയ്യും കേട്ടോ. അപ്പം അങ്ങനെ ദേവീനെ അണിയിച്ചൊരുക്കിയതിന് ശേഷം പുടവ കൊടുത്തതിന്, അതായത് ആ ഒരു ഡ്രസ്സ് കൊടുത്തതിന് ശേഷം ഇനി ദേവിക്ക് കുടിക്കാൻ വേണ്ടി വെള്ളം കൊടുക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും നമ്മൾ വെള്ളം അല്ലെങ്കിൽ ജ്യൂസ് അല്ലെങ്കിൽ എന്താണോ വേണ്ടത്, പായസം എന്താണോ വേണ്ടത് നമുക്കത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ അമ്മ വെള്ളമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വിഗ്രഹം വെച്ചിരിക്കുന്നിടത്ത് എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം വീട്ടിലെ ഗൃഹനാഥൻ അല്ലെങ്കിൽ ഗൃഹനാഥ ആരെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം. അപ്പോൾ ആൾ വന്നിട്ട് ഭക്ഷണം കൊടുത്തിട്ട് അവരും കുഞ്ഞുങ്ങളുടെ കാലിൽ തൊഴുത് പ്രാർത്ഥിച്ച് അനുഗ്രഹമൊക്കെ മേടിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിലെ ഓരോരുത്തരായിട്ട് ഇനി വന്ന് എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുക്കും. അവരെ സന്തോഷിപ്പിച്ച് ഭക്ഷണം എല്ലാം കഴിപ്പിച്ചതിന് ശേഷം പിന്നെ ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ കൊടുത്തിടും. അതേപോലെ ഗിഫ്റ്റ് നമുക്കിഷ്ടമുള്ളത് കൊടുക്കാം കേട്ടോ. കുട്ടികൾക്കാവുമ്പോൾ സ്വീറ്റ്സ് കൊടുക്കാം, അല്ലെ പെൺകുട്ടികളല്ലേ അപ്പം അണിഞ്ഞൊരുങ്ങാനുള്ള നമ്മുടെ ക്ലിപ്പ്, പൊട്ട്, മൈലാഞ്ചി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാം. പിന്നെ ഇവർ പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് തന്നെ ബുക്സ്, പേന, കളേഴ്സ്, ബ്ലൗസ് പീസ്, ഡ്രസ്സ്, ടവല് അങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഒരു പെൺകുട്ടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും കൂടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അവരിങ്ങനെ ഒരു പാക്കറ്റാക്കിയാണ് കൊടുത്ത് വിട്ടിരിക്കുന്നത്. ഓരോ പാക്കറ്റിലും എല്ലാ സാധനങ്ങളും അങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആരുടെമ്മയുടെ വീട്ടിലേക്ക് 3 എണ്ണം കിട്ടുന്നതുകൊണ്ട് തന്നെ അവൾ എനിക്ക് ഒരെണ്ണം തന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അറിയാൻ പറ്റിയ അതിനകത്ത് എന്തൊക്കെയാണ്. അതിനകത്തുണ്ടായിരുന്ന ഒരു ചെറിയ ഡയറി, പിന്നെ മെഹന്തി, പിന്നെ ഒരു ബ്രേസ്ലെറ്റ് പോലെ ഒരു സംഭവം, ഒരു കീ ചെയിൻ, ഒരു പേന, പിന്നെ പൊട്ട്, ഒരു സേഫ്റ്റി പിൻ, ഇതൊക്കെയാണ് കേട്ടോ. അതിനുശേഷം മധുരം കൊടുത്തു കേട്ടോ. കുട്ടികൾക്ക് ചോക്ലേറ്റും കൊടുത്തു, അതേപോലെ നമ്മുടെ കാജു കത്ലിയില്ലേ അതും കൊടുത്തു.
അപ്പോൾ കുഞ്ഞുങ്ങൾ ഇവർ മധുരത്തിന് അഡിക്റ്റാണ് കേട്ടോ, അതുകൊണ്ട് ആവശ്യമില്ല, അവർ നന്നായിട്ട് കഴിക്കും മധുരമൊക്കെ ആണെങ്കിലും. പിന്നെ പായസം അവർക്ക് ഫുഡായിട്ടുണ്ടായിരുന്നത് പൂരി, പിന്നെ ഒരു 2-3 വെറൈറ്റി സബ്ജികൾ, സ്വീറ്റ്സ്, പായസം, അതേപോലെ ഫ്രൈയിങ്സ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള, അതായത് നമ്മൾക്ക് നോർത്ത് ഇന്ത്യൻ സൈഡിലെ രീതിയിലുള്ള എല്ലാ ഭക്ഷണവും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ മുട്ടായി പൊട്ടിക്കാൻ വേണ്ടി ഇവർ വാശി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കാജു കത്ലി കൊണ്ടുവന്നത്. കാരണം മുട്ടായി പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അതൊരു മെൽറ്റ് ആയിരിക്കുമല്ലോ, അത്രയും ചൂടത്ത് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ആ സമയത്ത് തന്നെ കാജു കത്ലി കൊണ്ടുവന്നുകൊണ്ട് പിള്ളേരുടെ ഒരു മൈൻഡ് ഡൈവേർട്ട് ചെയ്ത് വിടാൻ പറ്റി കേട്ടോ. അപ്പോൾ ആ പൂജയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് മക്കളെ ഇങ്ങ് എടുക്കാം. അതിനുശേഷം നമുക്ക് എല്ലാവർക്കും അവിടുന്ന് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വലിയ മഹാഭോഗ് എന്ന് പറഞ്ഞിട്ട് ഭണ്ഡാര ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ നാട്ടിലെ സമൂഹ സദ്യ പോലെ തന്നെ ഇവിടെ നോർത്ത് ഇന്ത്യൻ രീതിയിലാവുമ്പോൾ അങ്ങനെ ഭണ്ഡാര എന്ന് പറഞ്ഞ് അതാണ് കേട്ടോ. ഈ കൂട്ടത്തിൽ പൈസയും കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എല്ലാ കുട്ടികൾക്കും ഇതിപ്പം 50 രൂപ എന്നല്ല, നമുക്കിഷ്ടമുള്ള പൈസ കൊടുക്കാം. 1 രൂപ തൊട്ട് 10 രൂപ തൊട്ട് എന്ത് വേണമെങ്കിലും കൊടുക്കാം. അതേപോലെ ഗിഫ്റ്റിനകത്താണെങ്കിലും ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ ചെയ്യുമ്പം എല്ലാ കുട്ടികൾക്കും ഫ്രൂട്ടിയും കൊടുത്ത് അങ്ങനെയൊക്കെ കൊടുക്കും കേട്ടോ. ഇത് വേറെയാണ് കേട്ടോ. ഇത് അവിടെ അതിൻ്റെ കൂടെ ഉള്ളതല്ല. അപ്പുറത്ത് നമ്മുടെ വിഗ്രഹം വെച്ചിരിക്കുന്നില്ലേ, അവിടെ ഒരു പൂജ, ഇവിടെ ഒരു പൂജ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും അവിടെ നിന്ന് എല്ലാവർക്കും കൊണ്ട് തന്നാണ് കേട്ടോ പ്രസാദമായിട്ട് ഫ്രൂട്ട്സൊക്കെ. അപ്പോൾ ഞാനും അരുണിമ സ്വപ്നിച്ച് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ മലയാളീസായിട്ട്, ബാക്കി എല്ലാവരും ട്രാൻസ്ഫർ പോയില്ലേ. അപ്പോൾ ഞങ്ങൾ 3 പേരും എത്തിയതിന് ശേഷം നമ്മൾ കഴിക്കുകയാണ്. അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഒരു അച്ചാർ പോലെ മധുരമുള്ള സ്വീറ്റ് ഒരു കറിയുണ്ട്, പിന്നെ സാമ്പാർ റൈസുമാണ് കേട്ടോ. അതിൻ്റെ കൂടെ സ്പെഷ്യലി സാമ്പാറും ഉണ്ട്. പിന്നെ സ്വീറ്റായിട്ട് ഖീറുണ്ട്, അതായത് നമ്മുടെ പാൽപ്പായസം, അരിയുടെ പായസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 3 പേരും കൂടെ, നമ്മൾ 3 പേരല്ല ചേട്ടന്മാരും ഉണ്ട്. അപ്പോൾ കുട്ടികൾ ഒരുവിധം കുഞ്ഞുമക്കൾ ആദ്യമേ കഴിച്ചിരുന്നു. പിന്നെ ശംഭു വീട്ടിൽ നിന്ന് അത്യാവശ്യം കഴിച്ചിട്ട് വന്നുകൊണ്ട് അവൻ വേണ്ട പറഞ്ഞു. അതിനുശേഷം ഇന്നലെ ഇവിടെ ഡ്രോയിങ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഒന്നും വരാൻ പറ്റിയില്ല. ശംഭൂട്ടൻ ഇതിന് വേണ്ടിയിട്ടാണ് അന്ന് ഒരു ദിവസം പ്രാക്ടീസ് ചെയ്യുന്ന കണ്ടില്ലേ, നമ്മളെ സേവ് എർത്ത് നമ്മൾ വീഡിയോയിൽ കാണിച്ചിരുന്നല്ലോ. അപ്പോൾ കുഞ്ഞിക്കുട്ടികൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ടോപ്പിക്ക് സേവ് എർത്ത് ആയിരുന്നു. മുമ്പോട്ട് പോകും തോറും ഓപ്പറേഷൻ സിന്ദൂറായിരുന്നു കേട്ടോ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് വലിയ കുട്ടികളുടെ. അപ്പോൾ അതെല്ലാം കുറേ നേരം ഇരുന്ന് കണ്ടു. ശരിക്കും വിഷമമൊക്കെ വന്നു ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചൊക്കെ ഓർത്തിട്ട്. അതിനുശേഷം ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തു. കാരണം എന്താ വെച്ചാൽ നമുക്കൊന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് വേഗം ഒന്നും കൂടെ അവിടെ പോകണം. കാരണം രാത്രിയിലാണ് അവിടെ പരിപാടി. നമ്മളിന്ന് ശരിക്കും രാത്രിയിലാണ് പോകാനിരുന്നത്. ഈ പകലത്തെ പോക്ക് പെട്ടെന്നുണ്ടായതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വേഗം വീണ്ടും വന്ന് ഫ്രഷൊക്കെ ആയിട്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ചായയൊക്കെ കുടിച്ചിട്ട് നേരെ കുളിച്ച് ഫ്രഷായി വീണ്ടും അങ്ങോട്ടേക്ക് പോയിട്ടോ. കണ്ണിൽ വെച്ച് തൊഴുതിട്ട് വാ. सामने वाले चेयर से थोड़ा खाली करो, उनके पास आ जाइए. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ, ഓരോ കാര്യങ്ങൾ കൊണ്ടാണ് കേട്ടോ ആ പൂജാരി പണ്ഡിറ്റ് ഇങ്ങനെ കാണിക്കുന്നത്. പൂക്കൾ കൊണ്ട്, വെഞ്ചാമരം കൊണ്ട്, വിശറി കൊണ്ട്, ധൂപം കൊണ്ട്, ദീപം കൊണ്ട്, അങ്ങനെ ഓരോന്നും കൊണ്ട്. ഈ ഒരു സംഭവത്തിൻ്റെ ഡാൻസ് വേറെ ഉണ്ടായിരുന്നു നാളെ. പക്ഷേ അത് പ്രാക്ടിക്കലി പറഞ്ഞാൽ അത് ഇന്നായിരുന്നു. ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോഴാണ് അതവിടെ നടന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതിന് ശേഷം ശംഖ് വിളിച്ച് പൂജ അവസാനിപ്പിച്ചു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒറിജിനൽ വോയിസ് കൊടുത്താലാണ് ഇതിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് കുറച്ചെങ്കിലും ഫീൽ ആവുള്ളൂ. പക്ഷേ എത്ര പേർക്ക് അത് അക്സെപ്റ്റബിൾ ആണെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എന്താ കാര്യങ്ങളെന്നൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത് തരുന്നത് കേട്ടോ. അതിനുശേഷം പൂജാരി അവിടെ കിടന്ന് നന്നായിട്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു, നമ്മളെയൊക്കെ അനുഗ്രഹിച്ചു, നമ്മൾ പ്രസാദമൊക്കെ മേടിച്ചു കേട്ടോ.
അതിനുശേഷം എന്താ ഇവിടുത്തെ തിരക്ക് ഒരു 4 ഇരട്ടിയായിട്ട് കൂടിയത് കണ്ടോ. കുഞ്ഞുങ്ങൾ കളിയോട് കളിയാണ്. സ്പെഷ്യലി ശമ്പൂട്ടനും അവൻ്റെ ഫ്രണ്ട്സാണ് അക്ഷിതക്കുട്ടി, പിന്നെ നമ്മുടെ തെച്ചൂട്ടി, എല്ലാവരും കൂടെ ഓട്ടവും ബഹളവും കളികളും ഒക്കെയാണ്. ശംഭുവിൻ്റെ കയ്യിലിരിക്കുന്നതാണ് ഡാണ്ടിയ സ്റ്റിക്ക് കേട്ടോ. അപ്പം നമ്മുടെ കോൽക്കളിയുടെ സ്റ്റിക്കാണ്. അപ്പോൾ ഇന്നത്തെ ഒരു മെയിൻ സംഭവമാണ് ഇവിടെ നടക്കാൻ പോകുന്ന ഡാണ്ടിയ, അതല്ലെങ്കിൽ ഗർബ ഡാൻസ്, അങ്ങനെയൊക്കെ പറഞ്ഞ് പല രീതിയിലുണ്ട് കേട്ടോ. അപ്പം പല സ്ഥലങ്ങളിൽ പല രീതിയിൽ പറയുന്നു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇന്നലത്തെ ഡ്രോയിങ് കോമ്പറ്റീഷനും കാര്യങ്ങൾക്കും കുറച്ച് പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിനുശേഷം അവിടുന്ന് വൈകുന്നേരത്തെ പ്രസാദം, ആരതിയുടെ പ്രസാദം എല്ലാവർക്കും സെർവ് ചെയ്തു, നമുക്കെല്ലാവർക്കും തന്നു കേട്ടോ. അപ്പോൾ പ്രസാദമായിട്ട് തന്നിരുന്നത് കുറച്ച് ആപ്പിൾസ്, പിന്നെ നമ്മുടെ കടലമാവിൻ്റെ ലഡ്ഡു ഇല്ലേ അത്, പിന്നെ കുറച്ച് തൈര്, ഇതൊക്കെയാണ് പ്രസാദമായിട്ട് തന്നിരുന്നത്. അപ്പോൾ നമ്മളും മേടിച്ചു. ഇതാ കുഞ്ഞുങ്ങളോട് മേടിക്കാൻ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ പോയി കേട്ടോ. അപ്പോൾ ഇപ്പോൾ തൽക്കാലം നമ്മളിവിടെ ചുമ്മാ ഇരിക്കുന്നേ ഉള്ളൂ. കാരണം ഇനി ഈ സീറ്റ്സൊക്കെ ഇവിടുന്ന് മാറ്റും. കാരണം വലിയ ഗ്രാൻഡായിട്ടുള്ള ഒരു കോലുകളിയാണ് നടക്കാൻ പോകുന്നത്. പല ചെറിയ ചെറിയ സർക്കിളായിട്ട് കൂടും, അതല്ലെങ്കിൽ എല്ലാം കൂടി ഒരു വലിയ സർക്കിളായിട്ട് കൂടും. ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും കൂടെ കൂടിയിട്ട് നമ്മളും കൂടുന്നുണ്ട്. അപ്പം ശമ്പൂട്ടനും തെച്ചുട്ടിക്കും ഒക്കെ എനിക്ക് തോന്നുന്നു, ശമ്പൂട്ടന് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷേ ഓർമ്മ കാണില്ല കഴിഞ്ഞ വർഷത്തെ ഒന്നും. തെച്ചുട്ടിക്ക് എനിക്ക് തോന്നുന്നു അവളുടെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇങ്ങനെ. അപ്പോൾ ഒരു രസമല്ലേ കുട്ടികൾക്ക് എല്ലാവർക്കും കൂടെ കൂടാനും. പിന്നെ നമ്മൾ ആരെയും നോക്കിയില്ല കളിക്കുന്നുണ്ടോ എങ്ങനെയാണെന്നൊന്നും. അപ്പം ഞാൻ ശമ്പൂട്ടനെ പിടിച്ച് കുറച്ച് നേരം ഒന്ന് അടക്കി ഇരുത്തിയതാണ്. ഇനിയിപ്പോൾ എന്തായാലും ഓട്ടപ്പാച്ചിലും ബഹളവും തന്നെ ആയിരിക്കുമല്ലോ, കണ്ടു കിട്ടാൻ പാടാം. അപ്പം ഞാൻ ചെറിയൊരു ക്ലാസ്സൊക്കെ കൊടുക്കുമായിരുന്നു, ഇന്ന സ്ഥലത്ത് ഞങ്ങൾ ഉണ്ടാവും, ഇന്ന സ്ഥലത്തൊന്ന് പോകരുതെന്നൊക്കെ. അപ്പോൾ എനിക്ക് ആദ്യം കുറച്ച് വീഡിയോ വേണം എന്നുള്ളതുകൊണ്ട് അരുണിമയും സ്വപ്നജിയൊക്കെ പോകുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, നിങ്ങൾ പോക്കോ, ഞാൻ കുറച്ച് വീഡിയോ എടുക്കട്ടെ, കാരണം എനിക്ക് വീഡിയോ എടുത്താലല്ലേ എനിക്ക് എന്തെങ്കിലും ഒന്ന് കാണിച്ചു തരാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ. പക്ഷേ ഇത് തുടക്കത്തിലൊക്കെ വളരെ സ്ലോ ആയിട്ടാണ് തുടങ്ങുന്നത്. കുറച്ചങ്ങോട്ട് ചെല്ലുന്തോറും എല്ലാവരും ഇപ്പം മടിച്ച് നിൽക്കുന്നവരും, അതേപോലെ കുറച്ചൊന്ന് ഒതുങ്ങി നിൽക്കുന്നവരും, കുറച്ച് സ്ലോയിലി കളിക്കുന്നവരുടെ ഒക്കെ ലെവൽ വിട്ടുപോകും. കാരണം അവിടുത്തെ ആ ഒരു മൈക്ക് സെറ്റിലെ പാട്ടൊക്കെ ഇങ്ങനെ ഉയർന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി എല്ലാവരും ഡാൻസ് കളിക്കും, കോൽക്കളി കളിക്കും, ഗർഭ കളിക്കും. അതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്ത് നിന്നതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മുടെ ഈ ഡാണ്ടിയയുടെ കൂടെ തന്നെ ധനുചി നാച്ച് എന്ന് പറഞ്ഞ ഒരു ഡാൻസ് രൂപം കൂടെ ഉണ്ടായിരുന്നു, നമ്മുടെ ബംഗാളി സ്റ്റൈൽ കേട്ടോ. പക്ഷേ ഈ പ്രാവശ്യം അത് 2 ദിവസങ്ങളിലായിട്ടാണ് വെച്ചത്. പക്ഷേ ഇന്നായിരുന്നു അവിടെ പ്രോഗ്രാം വെച്ചതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നത്. ഒരുവിധം എല്ലാവരും നവരാത്രിയുടെ സ്പെഷ്യലാണ് ഈ ഡാണ്ടിയ, കോൽക്കളി എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പം ഇന്നാണ് എനിക്ക് തോന്നുന്നു ബേസിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എല്ലാവരും കൂടെ ഒത്തുകൂടിയിരുന്ന ദിവസം, രാവിലെ തൊട്ട് തന്നെ കേട്ടോ. പിന്നെ വാഹനപൂജയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു രാവിലെ. അതുകൊണ്ട് തന്നെ ആ ഒരു തിക്കും തിരക്കുമായിരുന്നു ഇന്ന് എല്ലായിടത്തും. കൂട്ടത്തിൽ ദേവിയുടെ മുമ്പേ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവർ, ഈ കളിക്കുന്നവരുടെ തന്നെ ഫാമിലി മെമ്പേഴ്സ് കുറേ പേര് ഫോട്ടോ എടുക്കുന്നു, എന്നെപ്പോലുള്ളവർ കുറേ പേര് ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. അങ്ങനെ അതിൻ്റെ കൂടെ സൈഡിലായിട്ട് കുറച്ച് ഫുഡ് സ്റ്റോളുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ, നമുക്ക് പോയി കണ്ടിട്ട്, ചെറിയ രീതിയിലുള്ളത്. അപ്പം നമുക്ക് പോയി കണ്ടിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ കുറച്ച് സ്നാക്സൊക്കെ മേടിച്ച് കഴിക്കാം എന്നുള്ളതുകൊണ്ട് ചെറിയ ചെറിയ ഫുഡ് സ്റ്റോളുകൾ, വെള്ളം അല്ലെങ്കിൽ കേക്ക്സ്, നമ്മുടെ മിനി സമോസാസ്, ഗുലാബ് ജാമുൻ, ഇങ്ങനെ നാരങ്ങ വെള്ളം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ പാനിപൂരി അതൊക്കെയുണ്ട്. അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്ക് ശമ്പൂട്ടന് കപ്പ് കേക്ക് വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പം വീട്ടിൽ എത്രയാണ് ഉണ്ടാക്കി കൊടുക്കുന്നതിൽ, എന്നിട്ടും അവിടെ ചെന്നപ്പം ആ ഒരു ക്രീം കഴിക്കാനുള്ള ഒരു ടെൻഡൻസിയാണ്. വെജ് കേക്കാണ് കേട്ടോ. അവിടെ നോർത്ത് ഇന്ത്യൻസ് എല്ലാവരും വെജ് കേക്കേ ഉണ്ടാക്കുകയുള്ളൂ, ഒരു അധികം പേരും നോൺ വെജ് കേക്കൊന്നും ഉണ്ടാക്കില്ല. അതങ്ങ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ ജോഷിയേട്ടൻ ഹെൽപ്പ് ചെയ്യാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ഇറങ്ങിയേ പറ്റുള്ളൂ കേട്ടോ. കാരണം നമ്മൾ പോയിരിക്കുന്നത് തന്നെ അതിനാണല്ലോ.
पर तू सदा कोयों बिराजेगा। कोई भी कठिनाई हो या कोई हो मजबूरी, तेरी मेरी एक भी पल हो में नहीं दूरी। माथे से टूटे बदन जुड़े जुड़े जाए, उड़े उड़े जाए, उड़े उड़े जाए, ये पतंग बटोरे उड़े जाए। ये जो पतंग है तेरे संग है, तेरी उड़ दे उड़ी उड़ी जाए। उड़ उड़
അയ്യോ എനിക്കറിയില്ല, ഇത് കണ്ടിരുന്ന നിങ്ങൾക്ക് ബോറടിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ഓരോ സെറ്റായിട്ട് തിരിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഗർബ, ഡാണ്ടിയ അങ്ങനെ നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. നല്ല രസമായിരുന്നു. കുറേ നാളിന് ശേഷമാണ് ഇങ്ങനെ ഒന്ന് എൻജോയ് ചെയ്ത് കളിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആരോഗ്യമെല്ലാം പോയി, നമ്മൾ ശരീരം ഇങ്ങനെ ഡ്രെയിൻ ആവുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അത്രയും ക്ഷീണിച്ച് എന്നിട്ടാണ് ഞങ്ങളൊന്ന് ഒരു മൂലയ്ക്ക് പോയി ഇരിക്കാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചത് കേട്ടോ. കുറച്ച് നേരം കളിക്കുമ്പോൾ തന്നെ നമുക്ക് ഒന്നാമതേ ഭയങ്കര ചൂടാണ് അവിടെ എല്ലാം നമ്മൾ പൂജയുടെ സാധനങ്ങളും എല്ലാം ഇങ്ങനെ കൊളുത്തി വെച്ചിരിക്കുന്നതുകൊണ്ട് നല്ല ചൂടാണ്. ഫാനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ഇത്രയും ക്രൗഡഡ് അല്ലേ ഇവിടെ, അതുകൊണ്ട് എന്തായാലും നമ്മൾ കത്തിക്കരിഞ്ഞിട്ടുണ്ടാവും അവിടുന്ന്. എന്നാലും എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഇവിടെ ആരെയും ജഡ്ജ് ചെയ്യാനൊന്നും വരില്ല, എല്ലാവരും എൻജോയ് ചെയ്യും, എല്ലാവരും സന്തോഷിക്കും. അപ്പോൾ നമ്മുടെ അസുരനെ നിഗ്രഹിച്ചതിന് ശേഷം ദേവി ദുർഗയ്ക്കുള്ള ഒരു സമ്മാനം, അല്ലെങ്കിൽ അതിന് ശേഷമുള്ള നമ്മളുടെ സന്തോഷമാണ് കേട്ടോ നമ്മൾ ഈ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ പോലെയാണ്. ഇപ്പോൾ ബീഹാറിലൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് നമ്മുടെ മട്ടൺ അല്ലെങ്കിൽ ഫിഷ് അല്ലെങ്കിൽ പലതരത്തിലുള്ള നോൺ വെജ് വിഭവങ്ങളൊക്കെ വെച്ച് ദേവീനെ പൂജിക്കുന്ന ഒരു ദിവസമാണ്. കേരളത്തിലാണെങ്കിൽ പ്യുവർ വെജായിട്ട് നാളെ വിദ്യാരംഭത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്ന ഒരു സമയമാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പോലെയാണ്. തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഒരു മട്ടൻ്റെ വിഭവം ഉള്ള ഒരു ദിവസമാണ്. അപ്പം ഞങ്ങൾ വല്ലാണ്ട് ക്ഷീണിച്ചു, കാരണം വേർത്ത് കുളിച്ച് ഭയങ്കര ക്ഷീണിച്ചു കേട്ടോ. അപ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ വന്നു. അവരെ ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലും കഴിക്കാനൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു, അടിമ കരുതിയിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് നമ്മൾ സ്റ്റോളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുത്തു, കഴിച്ചു. അതിനുശേഷം നമ്മൾ ക്ഷീണിച്ചതാ വേർത്ത് കുളിച്ച് ഒരു ഇനിയിപ്പോൾ എവിടെയെങ്കിലും കിടന്നാൽ മതി എന്നുള്ളൊരു തരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാലും നമ്മളവിടെ കുറേ നേരം നിന്നു, കുറേ നേരം പുതിയ ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടു. നമ്മളാണെങ്കിലും ഡെയിലി റൂട്ടീനിൽ നമ്മളൊക്കെ ബിസി ആയിട്ടിരിക്കുന്ന സമയമല്ലേ. അപ്പോൾ കുഞ്ഞുങ്ങളായാലും നമ്മളെ കാണുമ്പം എപ്പോഴും എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുന്നവരല്ലേ. അപ്പോൾ നമ്മളെല്ലാവരെയും കൂടെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു സന്തോഷവും അവർക്കൊരു നാട്ടിൽ ചെന്ന ഫീല്, ഇത്രയും പേരെ ഒരുമിച്ച് കാണുമ്പോൾ, അല്ലെങ്കിൽ അവർക്കൊരു ഫ്രീ ആയ ഫീല് കിട്ടും. അപ്പം നമുക്ക് നല്ല രസമല്ലേ. കുറേ നേരം നമ്മളങ്ങനെ കളിച്ചു. ധ്രുവയും ധ്വനിയും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നല്ല സന്തോഷത്തിൽ കുഞ്ഞുങ്ങളുടെ കുറേ സമയം പോയി, ഒരു വഴക്കൊന്നും ഉണ്ടാക്കിയില്ല. അത്രയും ചൂട് നമ്മൾ തന്നെ അത്രയും അവിടെ നിന്ന് ബുദ്ധിമുട്ടി. പക്ഷേ കുഞ്ഞുങ്ങൾ ഭയങ്കര കാര്യമായിട്ട് നമ്മളോട് സഹകരിച്ചത് കൊണ്ടാണ് നമുക്ക് അത്രയും നേരം അവിടെ നിൽക്കാൻ പറ്റിയത് കേട്ടോ. അപ്പോൾ പാട്ടും മേളവും ഒക്കെ കേട്ടിട്ട് ആൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ കുറേ നേരം നമ്മുടെ കൂടെ നിന്ന് ഡാൻസൊക്കെ കളിച്ചു. അതിന് ശേഷം നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോ പോലെയാണ് അല്ലേ. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാനിപ്പോൾ ഇവിടെ തന്നെയാണ്. അപ്പം ഈ 3 വർഷത്തിനിടയിൽ ശമ്പൂട്ടൻ്റെ സ്കൂൾ കരിയർ തുടങ്ങിയതിന് ശേഷമാണല്ലോ നമ്മൾ കൂടുതലും നവരാത്രിക്ക് ഇവിടുത്തെ രീതിയിലുള്ള പ്രാധാന്യങ്ങളും അന്നേ ദിവസത്തിൻ്റെ പ്രത്യേകതകളൊക്കെ കുഞ്ഞിനറിയാൻ തുടങ്ങിയത്. അപ്പോൾ അവനും കൂടെ അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ഈ സ്ഥലത്തൊക്കെ കൊണ്ടുപോകുന്നത്. ഇതിപ്പോൾ നമ്മുടെ വീടിനടുത്തായതുകൊണ്ട് തന്നെ, നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും വന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അവരും കൂടെ വരുന്നത് കൊണ്ടല്ലേ എനിക്ക് സുഖമായിട്ട് പോയി ഒരു കമ്പനി അടിച്ച് പോയിട്ട് വരാൻ പറ്റുള്ളൂ. അതല്ലേ ഏറ്റവും വലിയ സന്തോഷം. ഞാൻ ഇന്നും ഓർക്കുന്നത് ഒരു 2 വർഷം മുമ്പേ നമ്മൾ കുറേ പേര് ഒരുമിച്ച് പോയിരുന്ന ഒരു നവരാത്രി നൈറ്റുകളൊക്കെയാണ്. അവിടെ ചെന്ന് ഞാനിത് തന്നെയായിരുന്നു അരുണിമയോടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. വിനിതേച്ചിയും സൗമ്യേച്ചിയും ജസ്നേച്ചിയും ശ്രീതയും ഒക്കെ ഉള്ള ഞങ്ങളുടെ കുറേ പഴയ കൂട്ടുകാരെന്ന് വെച്ചാൽ അവരൊക്കെ ഇപ്പോൾ ട്രാൻസ്ഫർ ആയി പോയതുകൊണ്ടാണ് കേട്ടോ. അവിടെ എല്ലായിടത്തും അവരെല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്, ഞാനിവിടെ എൻജോയ് ചെയ്യുന്നുണ്ട്. അടുത്ത നവരാത്രിക്ക് നമ്മൾ എവിടെ ആയിരിക്കും എന്ന് നമുക്ക് തന്നെ ഇപ്പോൾ അറിയില്ല. എന്നിരുന്നാലും ശരി, ഞങ്ങൾ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. നമ്മളൊരു 8 മണിയാകുമ്പോഴത്തേക്ക് തിരിച്ച് വരാം എന്നുള്ള രീതിയിലൊക്കെയാണ് പോയത്. പക്ഷേ വീട്ടിലെത്തുമ്പോഴത്തേന് 10, 10:30, 10:45 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ അവിടെ തന്നെയായിരുന്നല്ലോ. അതിൻ്റെ പല ഫോട്ടോസൊക്കെയാണ് കേട്ടോ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു നവമി ദിവസമായിരുന്നു കേട്ടോ.
പിന്നെ ഇത്രയും ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ മാക്സിമം 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ കുറച്ച് കൂടിപ്പോയി എനിക്കറിയാം. എന്നിരുന്നാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. വിജയദശമി വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ടാറ്റാ.